പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ജനുവരി മാസം 2-ാം തീയതി മന്നം ജയന്തി ആഘോഷങ്ങൾ പെരുന്നയിൽ തകൃതിയായി നടക്കുന്നു. NSS ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു സംഘടനയാണെന്നും ശ്രീ സുകുമാരൻ നായരുടെ പ്രസ്താവന കാണാൻ കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ പരിചയമല്ലാത്ത ചില ചരിത്ര സത്യങ്ങൾ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ എന്ന യുഗപ്രതിഭയെയും അദ്ദേഹത്തിൻ്റെ സഞ്ചിത സഹചാരിയായിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന മനുഷ്യനെയും ഓർക്കാതെ ഇന്നത്തെ ദിനം മുന്നോട്ട് പോകില്ല എന്നൊരു തോന്നൽ ആണ് ഈ വീഡിയോയുടെ പ്രചോദനം. 1918 ഇതിന് സമാനമായൊരു കുറിപ്പ് ഞാൻ പത്രിക എന്ന ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മന്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഒരു നായർ സമുദായ സ്നേഹി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവ വഴി ക്രിസ്തീയ സമുദായം കൈവരിച്ച സാമ്പത്തികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തെ ദൂരക്കാഴ്ചയോട് വിലയിരുത്തി അതിനനുസരണമായ ശക്തിയും ബലവും നായർ സമുദായത്തിനും ഉണ്ടാകണമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാവ്. പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന നായർ സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളെ കൂടെ കൂട്ടി ഒരുമിച്ച് നിർത്തി അവരെ കൂടി കൈപിടിച്ച് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ ഒരു സമുദായ നേതാവ്. അതിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ സമൂഹത്തിലെ പൈതൃകമായി വച്ചനുഭവിക്കാൻ പള്ളിക്കൂടങ്ങളും കോളേജുകളും ആശുപത്രികളും പണിതുയർത്തിയ ഒരു ജേതാവ്. യശസ്വരീനായ ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന മഹാപ്രതിഭാസത്തെക്കുറിച്ച് ഇത്രയും വാക്കുകൾ നമുക്ക് വരച്ചു കാട്ടാൻ കഴിയില്ല. അത്രയ്ക്ക് ബൃഹത്താണ് അദ്ദേഹം ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് MC റോഡിൽ കൂടി നമ്മൾ വടക്കോട്ട് സഞ്ചരിച്ചാൽ വഴിയുടെ വലത്തുഭാഗത്തായി തലയുയർത്തി നിൽക്കുന്ന കുറേ കോളേജുകൾ കാണാൻ കഴിയും. ഇതൊക്കെ ഈ പ്രതിപാദനൻ്റെ പ്രതിജ്ഞാബദ്ധതയുടെ മകുടോദാഹരണങ്ങളാണ്. ഇന്ന് MC റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ഓരോരുത്തരെയും ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. കാലാന്തരത്തിൽ പഴകി ഒരു കോട്ട് പെയിന്റ് പോലുമില്ലാതെ മങ്ങലേറ്റു നിൽക്കുന്ന ഈ സൗധങ്ങൾ ഒരു നഷ്ടസ്വപ്നത്തിൻ്റെ കഥ കൂടി ഓർമ്മിപ്പിക്കുന്നില്ലേ എന്ന ഒരു തോന്നൽ. മന്നത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർക്ക് എവിടെയോ കൈമോശം വന്നോ എന്ന ഒരു തോന്നൽ. അതറിയണമെങ്കിൽ അല്പം പുറകിലോട്ട് പോകേണ്ടി വരും. ശ്രീ മന്നത്തിൻ്റെ മരണശേഷം NSSൻ്റെ തലപ്പത്ത് വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, പരേതനായ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. മന്നത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം NSSന് ഒരു പുതിയ ജീവൻ കൊടുത്ത ഒരു പ്രതിഭ 1974 നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ NDP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ 4 MLA-മാരെയും ഒരു മന്ത്രിയെയും NSSന് നേടിക്കൊടുത്തതാണ് NDP എന്ന പാർട്ടി. NDP പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയം തന്നെ നായർ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ജോലി സംവരണം കൊടുക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിൽ NSSന് നിലനിൽക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന കിടങ്ങൂരിൻ്റെ തിരിച്ചറിവാണ് NDP എന്ന പാർട്ടിയുടെ ഉദ്ദേശം തന്നെ. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നു ശ്രീ K. കരുണാകരൻ. വെട്ടിപ്പിടിച്ചും വെട്ടിനിരത്തിയും മുന്നേറിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. നായർ സമൂഹത്തിലെ കിടങ്ങൂരിൻ്റെ സ്വാധീനവും NDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയും കരുണാകരന് ദുസ്വപ്നങ്ങൾ നൽകിയിരുന്ന നാളുകളായിരുന്നു അത്. കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസ് ഭരണമാണ്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി കരുണാകരൻ ഒരു കളി കളിച്ചു, ഒരു വലിയ ചതി. ഇന്ന് കേരളത്തിലെ നായന്മാർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ഉണ്ടാകാനുള്ള കാരണം കരുണാകരൻ കളിച്ച ആ ചതിയാണ്. 1983 ഡിസംബർ മാസത്തിൽ 1000 കാറുകളുടെ അകമ്പടിയോടുകൂടി കിടങ്ങൂരിനെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് നാടുകടത്തി. ക്യാബിനറ്റ് റാങ്കോടുകൂടി
സിംഗപ്പൂരിൽ ഇന്ത്യൻ സ്ഥാനപതി, അതായത് ഹൈ കമ്മീഷണർ എന്ന വലിയ പദവി കൊടുത്താണ് കിടങ്ങൂരിനെ ഇവിടുന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടത്. അങ്ങനെ കരുണാകരൻ്റെ ബുദ്ധിമുട്ടിന്, അതായത് NDP കരുണാകരനിൽ ചെലുത്തിയിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം കിടങ്ങൂരിനെ ഇവിടുന്ന് ഒഴിവാക്കി. അങ്ങനെ കരുണാകരൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് അദ്ദേഹം ഒരു പരിഹാരം കണ്ടുപിടിച്ചു. കിടങ്ങൂർ അദ്ദേഹത്തിൻ്റെ ആ കെണിയിൽ വീഴുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്. പിന്നെയെല്ലാം കരുണാകരൻ എഴുതിയ തിരക്കഥയിലെ കഥ പോലെ അതിങ്ങനെ സംഭവിച്ചു. കരുണാകരൻ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ NSSൻ്റെ ആസ്ഥാനത്ത് ഒരു ഓഫീസ് ബോയിയെ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായിട്ട് അവരോധിച്ച് ആ കസേരയിൽ ഇരുത്തി. NSS എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ദുർദശ ആരംഭിക്കുന്നതും അവിടെ നിന്നാണ്. ശ്രീ കരുണാകരനെ കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇന്ന് കേരളത്തിലെ നായർ സമുദായം അനുഭവിക്കുന്ന അരാജകത്വത്തിൻ്റെ ശില്പി ആണ് അദ്ദേഹം എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും. കോൺഗ്രസിനെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ കേരളത്തിലെ നായർ സമുദായം കോൺഗ്രസിനെയും മറക്കാൻ പാടില്ല. 5 വർഷത്തെ വിദേശവാസത്തിന് ശേഷം തിരിച്ചെത്തിയ കിടങ്ങൂരിനെ സ്വീകരിക്കാൻ വെറും 8 കാറുകൾ മാത്രമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. ബന്ധുക്കളും സ്വന്തക്കാരും ചില സുഹൃത്തുക്കളും അല്ലാതെ NSS ആസ്ഥാനത്ത് നിന്ന് ഒരാൾ പോലും കിടങ്ങൂരിനെ സ്വീകരിക്കാൻ അവിടെ എത്തിയില്ല. ഈ 5 വർഷത്തിനിടെ NDP എന്ന രാഷ്ട്രീയ പാർട്ടി ഛിന്ന ഭിന്നമായി പോയി. മുന്നോക്കത്തിലെ പിന്നോക്കക്കാരൻ്റെ സംവരണം എന്ന ആശയത്തെ മുക്കിക്കൊല്ലാൻ പെരുന്നയിലെ ഓഫീസ് ബോയ്സ് കരുണാകരൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ഓച്ചാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. 1996 NDP പിരിച്ചുവിട്ടതോടെ ആ വലിയ സ്വപ്നം ശിഥിലമായി പോയി. കിടങ്ങൂരിന് ശേഷം NSS അനുഷ്ഠിച്ചു വരുന്ന സമദൂര സിദ്ധാന്തത്തെക്കുറിച്ച് കൂടി ചിലത് സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന മുന്നണികളിൽ ഒന്നും അംഗമാകാതെ 2 മുന്നണികളിൽ നിന്നും സമദൂരത്തിൽ മാറി നിന്നുകൊണ്ട് ഉപകാരസ്മരണ എന്നോണം വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ചെപ്പടി വിദ്യയ്ക്കാണ് സമദൂരം എന്ന പദപ്രയോഗം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഏതെങ്കിലും മുന്നണിയിൽ അംഗമായി നിന്നാൽ ആ മുന്നണി മിക്കവാറും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ഈ 5 വർഷത്തിൽ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയും അങ്ങനെ വരുമ്പോൾ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഈ 5 വർഷം കഴിയില്ല എന്നൊരു തോന്നലിലാണ് സമദൂര സിദ്ധാന്തം തന്നെ ഉണ്ടാകുന്നത്. നായർ സമൂഹത്തെ മൊത്തം സ്വന്തം മനസാക്ഷി അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ വിടുന്നത് കൊണ്ട് 2 മുന്നണികൾക്കും അനഭിമതരാകാതെ നിൽക്കാനുള്ളൊരു സാധ്യതയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2 മുന്നണികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന സാമ്പത്തിക സംവരണം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടാതെയും അവരെ രക്ഷിച്ചു നിർത്താൻ ഈ ആശയം കൊണ്ട് NSSനെ തലപ്പത്തിരിക്കുന്നവർക്ക് കഴിഞ്ഞു. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് NSSന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ 2 മുന്നണിയും ഒരിക്കലും തയ്യാറായതുമില്ല. 1990-കൾക്ക് ശേഷം NSSന് ഒരു പുതിയ കോളേജോ സ്കൂളോ തുടങ്ങാൻ കഴിയാതെ പോയതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. കാലാകാലങ്ങളായി പറ്റിക്കപ്പെടുന്ന ഒരു സമുദായമായി നായന്മാർ മാറിയതിൻ്റെ കാരണവും മറ്റൊന്നല്ല, സമദൂരമല്ല സമസാമീപ്യമാണ് ഭരണമുന്നണികളോട് കാണിക്കേണ്ടത് എന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് അഭികാമ്യമല്ല എന്ന് കാലം തെളിയിച്ചു. ഒരു പക്ഷത്തിൻ്റെ ഭാഗമായി നിന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തെളിയിച്ചതാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ സ്വന്തം അധികാരം ഉപയോഗിച്ച് അവർ കാര്യങ്ങൾ നേടിയെടുക്കും. പ്രതിപക്ഷത്താകുമ്പോൾ അവരുടെ സംഖ്യാബലം ഉപയോഗിച്ച് അവർ കാര്യങ്ങൾ നേടിയെടുക്കും. NSനെ ഇവിടെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഓഫീസ് ബോയ്സിൻ്റെ വ്യക്തിഗതമായ നേട്ടം. ശ്രീ നാരായണ പണിക്കരുടെ മരണത്തോടെ അധികാരം ശ്രീ സുകുമാരൻ നായരുടെ കൈകളിലെത്തി. തികച്ചും യാന്ത്രികമായ ഒരു ഇടപാട്. NSSൻ്റെ ഹൃദയത്തിലോ ശരീരത്തിലോ സ്പർശിക്കാൻ കഴിയാതെ പോയ ഒരു അധികാര കൈമാറ്റം. ഒരുപക്ഷെ നാരായണ പണിക്കരുടെ സമയത്തേക്കാൾ മോശമെന്ന് വിലയിരുത്തപ്പെടാവുന്ന ഒരു മാറ്റം. പണിക്കരെക്കുറിച്ച് വ്യക്തിപരമായ ആരോപണങ്ങൾ കേട്ടതായി ഓർക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതാണോ? മകളുടെ VC സ്ഥാനം, ബാർ കോഴക്കേസിൽപ്പെട്ട ഒരു മന്ത്രിക്ക് വക്കാലത്ത്,
ഒരു രാജ്യസഭാ MP NSS ആസ്ഥാനത്ത് വെച്ച് ആക്ഷേപിച്ച് പറഞ്ഞുവിട് തുടങ്ങി എത്ര അപവാദങ്ങൾ എന്ന് ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. 2 മാസം മുമ്പ് പമ്പയിൽ വച്ചു നടന്ന ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി പങ്കെടുത്തു. ഭരിക്കുന്ന സർക്കാരിനോട് സഹകരിക്കേണ്ടത് നല്ലത് തന്നെ. പക്ഷേ പ്രശ്നം അതല്ലല്ലോ. അവരുടെ കാലാവധി തീരാറായി. ഈ ബുദ്ധി നേരത്തെ തോന്നണമായിരുന്നു. നേരത്തെ തോന്നിയിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരുന്നെങ്കിൽ 10 വർഷമായിട്ട് അവർ ഭരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ NSS നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. അതാണ് പറയുന്നത്, അല്പബുദ്ധിയായ ഒരു മനുഷ്യനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. NSS ഭരണഘടനയെക്കുറിച്ച് പോലും തിട്ടമില്ലാത്ത ആളാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. NSS എന്നത് നായർ എന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്കായി മന്നം എന്ന മഹാനായ മനുഷ്യൻ സ്ഥാപിച്ച മഹത്തായ പ്രസ്ഥാനമാണെന്ന കേവല ധാരണ പോലും ഇല്ലാത്തയാൾ, അല്ലെങ്കിൽ സ്വകാര്യ ലാഭത്തിനു വേണ്ടി കണ്ണടച്ച് ഇരുട്ടാക്കുന്നയാൾ. വരുന്ന NSS കോളേജിൻ്റെ മുൻവശത്ത് കാട് കയറി കിടക്കുന്ന വോളിബോൾ കോർട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. NSS കാര്യാലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഓർമ്മപ്പെടുത്തൽ. തിരുവനന്തപുരം MG കോളേജിൻ്റെ കാര്യം നോക്കൂ. കാട് പിടിച്ചു കിടക്കുന്ന ക്യാമ്പസ്. MG കോളേജ് ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് മാർ യോഹന്നാനീസ് കോളേജും ഉണ്ടായത്. മാർ യോഹന്നാനീസ് കോളേജ് ഇന്ന് വിദ്യാനഗർ ആയി മാറിയിരിക്കുന്നു. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കുന്നു. മാർ യോഹന്നാനീസ് കോമ്പൗണ്ട് ഒരു വിദ്യാഭ്യാസ സമുച്ചയം ആയി മാറിയിരിക്കുന്നു. പക്ഷേ MG കോളേജിന് സംഭവിച്ചു. അതിൻ്റെ പുറം ഭാഗം മലബാറിൽ നിന്ന് എത്തുന്ന ചെറുപ്പക്കാർക്ക് ബീഫും പൊറോട്ടയും വിൽക്കുന്ന തട്ടുകടകൾ നടത്താനുള്ള ഒരു ഇടമായി മാറി. സുകുമാരൻ നായരെയോ കരുണാകരനെയോ ഇതിനെ കുറ്റപ്പെടുത്തണം. കാലാകാലങ്ങളായി NSSനുണ്ടായ കെടുകാര്യസ്ഥത സമുദായ അംഗങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നെ ആർക്കാണ് തിരിച്ചറിയാൻ കഴിയുക? സുകുമാരൻ നായരുടെ ആസനത്തിൽ വളരുന്ന ആലിൻ്റെ തണലിൽ അയാൾ സുഖമായി ഉറങ്ങും. നിങ്ങൾ ബലമായി അയാളെ ഉണർത്തുന്നതുവരെ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ ഒരാൾ എന്തെങ്കിലും ഉയർത്തെഴുന്നേൽക്കും. അത് കൂടിയേ കഴിയൂ. NSSന്റെ ഭരണഘടന അത്ര സുതാര്യമായ ഒന്നല്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഞാൻ പറയുന്നു, മാറ്റം ഒരു അനിവാര്യതയാണ്. ഒരു പുതിയ കിടങ്ങൂരിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കാം.